അപ്പോൾ ഒരിക്കൽ നിങ്ങളെ നമസ്കാരം പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. വിഷയത്തിന്റെ ടൈറ്റിൽ ലെറ്റ് ദെയർ ബി ബ്ലാക്ക് കാറ്റ്സ്, സയൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ ലെറ്റ് ദെയർ ബി ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറയുന്നത് വെറുതെ ഒരു ക്യാച്ച് ഫ്രൈസ് മാത്രമാണ്. ഞാൻ ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ അതിന്റെ ക്യാപ്ഷനായിട്ട് കിടക്കുന്ന ഭാഗമാണ് സയൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പൊതുവിൽ ഈ ഡിസിഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ വളരെ ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷേ സയൻസിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇതിൽ ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഒരു അന്ധവിശ്വാസമായിട്ട് കണക്ട് ആയിട്ടാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറുകെ ഒരു മൂവ് ചെയ്താൽ അതൊരു ദുശകുനമാണ്, ബാഡ് ഓമനാണ് എന്നാണ് പൊതുവിൽ നമ്മൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതൊക്കെ പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കഥകളിൽ നിന്നും ഇപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തിലും ഈജിപ്ഷ്യൻ സംസ്കാരത്തിലൊക്കെ ഈ പൂച്ച കുറച്ച് വിച്ച് ക്രാഫ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള മന്ത്രവാദമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പലായിരുന്നു. നമ്മൾ മമ്മീസിന്റെ ഒക്കെ കൂടെ പലപ്പോഴും പൂച്ചയുടെ മമ്മിയും രാജാക്കന്മാരുടെ ഒപ്പം പൂച്ചയുടെ മമ്മീസും ഒക്കെ നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ നിന്നാണ് ഈ പൂച്ചയ്ക്ക് ഈ ചീത്തപ്പേര് വരുന്നത്. നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കുറുകെ പൂച്ച പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പൂച്ചയും എങ്ങോട്ടോ പോവുകയാണ്, നമ്മൾ മാത്രമല്ല എന്നാൽ അതിനർത്ഥമുള്ളൂ. പൂച്ചയ്ക്കും പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പൊ ആ കൂട്ടത്തിൽ പെടുത്തിയാൽ മതി. പക്ഷെ നമ്മൾ പൊതുവിൽ അങ്ങനെയല്ല അതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതേ ഉള്ളൂ. അപ്പോ വിഷയം കുറച്ച് സയന്റിഫിക് എന്നൊക്കെ ഒന്ന് പറയുമെങ്കിലും നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സിനിമയിലെ രംഗം ഞാനൊന്ന് ജസ്റ്റ് ഫോർ ഹൊറർ ഒന്ന് കാണിക്കാം. ഇത് വിശാൽ എന്ന് പറയുന്ന നടൻ നായകനായിട്ട് അഭിനയിച്ച ആംബ്ലെ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയിലെ ഒരു രംഗമാണ്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇത് ഈ സിനിമയിലെ നായകന്റെ മാസ് എൻട്രിയാണ്. മാസ് എൻട്രി എന്ന് പൊതുവിൽ ഉപയോഗിക്കുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഇതുപോലെ മാസ് ഇല്ലാത്ത, ഫിസിക്സിൽ അനുസരിക്കാത്ത, ഇതിന്റെ റിസീവർ ചിലപ്പോൾ ടച്ച് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോ ഇത് കണ്ടിട്ട് മാസ് എൻട്രി സീരിയസ് കാര്യമാണ്. ഒരു നായകൻ ഇങ്ങനെ വളരെ കാര്യമായിട്ടൊരു പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷകനായിട്ട് വരുന്ന നായകനാണ്. അപ്പൊ എന്തായാലും അതിനകത്ത് തമാശയൊന്നുമില്ല. പക്ഷെ ഇത് കണ്ട് പലരും ഇത് ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഒരാൾ സീരിയസ് ആയിട്ട് മാസ് കാണിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെയാണ് നമ്മൾ ആ വാക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ജഡ്ജ്മെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നിങ്ങളൊരു സിറ്റുവേഷൻ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ആ സിറ്റുവേഷനെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു, എന്നിട്ട് എങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. അതാണ് ഡിസിഷൻ. അപ്പൊ ആ ജഡ്ജ്മെന്റ് കൂടാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോ കമ്മിങ് ബാക്ക് ടു ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഇവിടെ നിങ്ങളെടുത്ത ഡിസിഷൻ എന്ന് പറയുമ്പോൾ തോന്നൂലെങ്കിലും ഇതിനോട് ചിരിക്കാം എന്ന് പറയുന്നൊരു ഡിസിഷനാണ്. അത് സബ് കോൺഷ്യസിൽ ചിലപ്പം അങ്ങനെ ബോധപൂർവ്വം എടുത്ത, അല്ലെങ്കിൽ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചിരിക്കുന്നത്. അതിന് മുമ്പ് ഒരു ജഡ്ജ്മെന്റ് നടന്നിട്ടുണ്ട്. എന്താണ് ജഡ്ജ്മെന്റ്? നിങ്ങൾ ചിരിക്കാൻ തീരുമാനിക്കുന്നത് ചിരിക്കാൻ പറ്റിയ ഒന്നാണെന്ന ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അത് ചിരിക്കാൻ പറ്റിയ ഒന്നല്ല, അതൊരു മാസ് എൻട്രി സീനാണ്. അപ്പൊ ആ ജഡ്ജ്മെന്റിന്റെ പ്രശ്നം നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ചില സംഗതികളുമായിട്ട് ഇത് യോജിക്കുന്നില്ല. നമ്മളെല്ലാം നമ്മുടെ ലോകത്തെക്കുറിച്ച് ചില ധാരണകൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഈ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ ലോകത്തിന്റെ സ്വഭാവം എന്താണ്, ഇങ്ങനെയുള്ള ചില ധാരണകൾ. ഇതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് ഇന്റേണൽ മോഡൽ ഓഫ് റിയാലിറ്റി എന്നാണ്. പേര് കേട്ട് വലിയ കാര്യമാണെന്ന് തോന്നും, പക്ഷെ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലോകം എന്നതിനെ കുറിച്ച് നമുക്ക് ചില ധാരണകൾ നമ്മളുടെ ഉള്ളിൽ ഉറച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് എന്താണ് സാധ്യം,
എന്താണ് അസാധ്യം, എന്താണ് സീരിയസ്, എന്താണ് സിമ്പിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് തീരുമാനം എടുക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. പക്ഷെ ഇതിനൊരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മളുടെ ഇന്റേണൽ മോഡൽ ഓഫ് റിയാലിറ്റി നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് മാറും. ഓരോ ആളിനും വേറെ വേറെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഓരോ തരത്തിലുള്ള ഇന്റേണൽ മോഡൽ ഓഫ് റിയാലിറ്റി ആയിരിക്കും കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന കല്ലിന് മുമ്പിൽ ചെന്ന് നിന്ന് ആവശ്യപ്പെട്ടാൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും എന്ന് വിചാരിക്കുന്ന ആളിന്റെ ഇന്റേണൽ മോഡൽ ഓഫ് റിയാലിറ്റി ഈ കല്ലും പരീക്ഷയിലെ പെർഫോമൻസും തമ്മിലൊരു ബന്ധമുണ്ട്. അങ്ങനെ ഒരു ബന്ധത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് കല്ലെടുത്ത് ആവശ്യപ്പെടാൻ പറ്റില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരു വാർത്തയോട് ആൾക്കാർ പ്രതികരിക്കുന്നത്, ഒരു സിനിമയിലെ സീനിനോട് നമ്മൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ആൾക്കാർ പറയുന്നത് അവരുടെ എല്ലാം ഇന്റേണൽ മോഡൽ ഓഫ് റിയാലിറ്റി വേറെ വേറെ ആയതുകൊണ്ടാണ്. പലരും പല രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. അപ്പോ ഇതില് ഈ പറഞ്ഞതുപോലെ നമ്മൾ വളരുന്ന നാടിന്റെ സംസ്കാരം, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ അപ്പൊ ഇതിന്റെ പ്രത്യേക റിലേറ്റീവ് ആയിരിക്കും. സത്യമാണ്, സത്യം തന്നെ എന്ന് നമ്മുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? എങ്ങനെയാണ് നമ്മളൊരു കാര്യം സത്യമാണോ അല്ലെന്ന് തീരുമാനിക്കുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ട്രൂത്ത്? യഥാർത്ഥം, റിയാലിറ്റിക്ക് നിരക്കുന്നതിനെയാണ് നമ്മൾ പൊതുവിൽ ട്രൂത്ത് എന്ന് വിളിക്കുന്നത്. നമ്മുടെ മനസ്സിലിരിക്കുന്ന സംഗതി വേറെ വേറെ റിയാലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൂത്ത് എന്ന് വിളിക്കുന്നതും വേറെ വേറെ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഈ ഇന്റേണൽ മോഡൽ ഓഫ് റിയാലിറ്റിക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ഒരേ കാര്യം, നമ്മൾ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കര കാര്യമായിട്ട് അതാണ് റിയാലിറ്റി എന്ന് നമ്മൾ പറയും. ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും പറയുന്ന ആളിന്. പക്ഷെ ഓരോരുത്തരും ഓരോന്നിനായിരിക്കും ചിലപ്പോൾ ഈ റിയാലിറ്റി എന്ന് വിളിക്കുന്നത്. ചില കാര്യങ്ങൾ എല്ലാവരും ഒരുപാട് സമ്മതിക്കും, പക്ഷെ ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആളുകൾ വേറെ വേറെ കാര്യങ്ങളെ റിയാലിറ്റി എന്ന് വിളിക്കും. ഇന്റേണൽ മോഡൽ അല്ലാത്ത റിയാലിറ്റി ഉണ്ടോ? വേറൊരു റിയാലിറ്റി ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്നത് ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അനുഭവപ്പെടാൻ സാധ്യതയില്ലാത്ത റിയാലിറ്റി. അതിനെ വിളിക്കുന്നത് എക്സിസ്റ്റൻസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഒബ്സർവേഷൻ. ഇപ്പൊ ഞാൻ നോക്കുന്നുണ്ട്, ഇപ്പൊ ഉദാഹരണത്തിന് ആമസോൺ കാട്ടിനുള്ളിൽ ഒരു മരം മറിഞ്ഞു വീണു, ഒരു സൗണ്ട് കേട്ടു. പക്ഷെ അവിടെ എങ്ങും മനുഷ്യരില്ലാത്തതുകൊണ്ട് സൗണ്ട് ആരും കേട്ടില്ല. അതിനർത്ഥം മരം വീണില്ല എന്നാണോ? ഇല്ല, മരം വീഴുന്നുണ്ടാവും, സൗണ്ട് കേൾക്കുന്നുണ്ടാവും. നമ്മളവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മളവിടെ ഉണ്ടായിട്ട് ഇത് അറിയാതിരുന്നാലും സംഗതി അവിടെ നടന്നിട്ടുണ്ട്. ഭൂമിയുടെ ഷേപ്പ് എന്താണെന്ന ചോദ്യത്തിന് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം സാധ്യമാണോ? അഭിപ്രായമൊക്കെ പറയാം, പക്ഷെ ഭൂമിയുടെ ഷേപ്പ് അതിനനുസരിച്ച് മാറില്ല. കാരണം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഭൂരിഭാഗം ആൾക്കാരും ഒരു സമയത്ത് കരുതിയിരുന്നത് ഭൂമി പരന്നിട്ടാണെന്നാണ്. കാരണം അവരുടെ ഒബ്സർവേഷൻ എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്തത് പരന്ന സംഗതിയിലാണ് നമ്മൾ ജീവിക്കുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമി ഉരുണ്ടിട്ടാണെന്ന്. നമ്മൾ മനുഷ്യരെല്ലാവരും കൂടെ ഭൂമി ഉരുണ്ടിട്ടാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ ഭൂമി കയറി ഉരുണ്ടതാണോ? അതോ പണ്ട് ഭൂമി ഉരുണ്ടല്ലേ ഇരുന്നത്? ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും ഭൂമി പരന്നാണെന്ന് വിശ്വസിച്ചിരുന്ന കാലത്തും ഭൂമി ഉരുണ്ടിട്ടാണിത്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഒബ്സർവേഷൻ. ആളുകൾക്ക് എന്ത് തോന്നുന്നു, ആളുകൾ എന്ത് വിചാരിക്കുന്നു, ഇതിനനുസരിച്ചിട്ട് മാറുന്നൊരു അഭിപ്രായമല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ വിചാരിക്കും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അഭിപ്രായം ശരിയാണ്, പക്ഷെ നിങ്ങളുടെ അഭിപ്രായത്തിന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ അഭിപ്രായം മാറിയാൽ ഭൂമിയുടെ ഷേപ്പ് മാറുമോ? ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഫിസിക്സ് പോലുള്ള നാച്ചുറൽ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു പ്രത്യേകത അതാണ്, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം എന്താ? എക്സ്പെരിമെന്റലി വെരിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ നോളജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന് എൻ്റെ അഭിപ്രായത്തിൽ മറ്റേ എന്താണ്, ഭൂമിയുടെ ഷേപ്പോ അല്ലെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തിനാ അത് പറയുന്നത്? നമ്മൾ ഫിസിസിസ്റ്റുമാരെല്ലാം കൂടെ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഒത്തുകൂടിയിട്ട് പ്രകാശം സെക്കൻഡിൽ 2,99,932 km/m/s സഞ്ചരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണോ പ്രകാശം ആ സ്പീഡിൽ സഞ്ചരിക്കുന്നത്? ഇല്ല. ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അവർ ഒപ്പീനിയൻസ് ആൻഡ് ഫീലിങ്സ്. ഓക്കെ, അപ്പൊ അതിന് ഈ ഒബ്ജക്റ്റീവ് റിയാലിറ്റിക്ക് കുറെ ഗുണങ്ങളുണ്ട്, കുറെ പ്രത്യേകത. യൂണിവേഴ്സൽ ആണ്, ഓരോ സ്ഥലത്തും ഓരോ റിയാലിറ്റി ഇല്ല, എല്ലായിടത്തും ഒരുപോലെ ഇരിക്കണം, യൂണിവേഴ്സൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ്. ഇന്നൊരു ടൈപ്പും ബിഹേവിയറും നാളെ വേറൊരു ടൈപ്പ്. ഭൂമിക്ക് രാവിലെ മൂഡ് പോകുന്നതാണ്, ഇന്നൊരു രസമില്ല, ഇന്ന് പരന്നു കളയാം. നോ, ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ്ലി ദെയർ ആൻഡ് ഇറ്റ് ക്യാൻ ബി എംപിരിക്കലി വെരിഫൈഡ്. എംപിരിക്കൽ ഇൻ ദ സെൻസ് അനുഭവങ്ങൾക്കനുസരിച്ച് നമുക്ക് അതിനെ വെരിഫൈ ചെയ്യാൻ പറ്റും ഓരോരുത്തർക്കും. നമുക്ക് ഈ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് പേര് പറയും എനിക്ക് അനുഭവം ഉള്ളതാണെന്ന് പറയും.
ആ അനുഭവമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൺട്രോൾഡ് എക്സ്പീരിയൻസിൽ ഒരുപോലെ ആളുകൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതായിരിക്കണം. ഭൂമി ഉരുണ്ടതാണെന്ന് വെരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കി വെരിഫൈ ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ദർ ആർ മെത്തേഡ്സ് ത്രൂ വിച്ച് യു ക്യാൻ വെരിഫൈ ദ ഷേപ്പ് ഓഫ് എർത്ത്. എന്നിട്ട് 5 പേര് 5 സമയത്ത് 5 കാലഘട്ടങ്ങളിൽ 5 സ്ഥലങ്ങളിൽ നിന്നും പോയി വെരിഫൈ ചെയ്താലും ഇത് ഒരുപോലെ ഒരേ കൺക്ലൂഷനിൽ എത്താൻ പറ്റും. അതാണ് നമ്മൾ എംപിരിക്കലി വെരിഫൈ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ലോജിക്കലി കോഹറന്റ്. ലോജിക് എന്താണെന്ന ചോദ്യം കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അതിലോട്ട് പോകണ്ട. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്കവറബിൾ, ഇറ്റ് ഈസ് ക്വാണ്ടിഫയബിൾ. ക്വാണ്ടിഫയബിൾ ഇൻ ദ സെൻസ് നമുക്ക് അളന്ന് പറയാൻ പറ്റും. നമുക്ക് അളന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറയുകയാണ്. ആരെങ്കിലും തിരിച്ചു ചോദിക്കുക എത്ര വരും? ചോദിക്കുക. അത് നമ്മളൊരു സ്വാർത്ഥത കൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷെ നമ്മളൊരു മറുപടി പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റേറ്റീവ് ഉത്തരവാണ് കുറേ, അല്ലാതെ 325.4 അങ്ങനെ ഒരു ഉത്തരം നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല എത്ര എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെ നമ്മൾ എല്ലായിടത്തും ചോദിക്കൂല. എല്ലായിടത്തും ചോദിക്കില്ല. അച്ഛനടുത്ത് ചോദിക്കും എത്ര ഉണ്ടെന്ന്? ഇല്ലല്ലോ. അത് നമുക്ക് ഉറപ്പിക്കാൻ നമുക്ക് ഉറപ്പുണ്ട്. ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ചോദിക്കുന്നത് എത്ര ഉണ്ട്. അപ്പൊ അത് ക്വാണ്ടിഫയബിൾ എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്. ഇറ്റ് ഷുഡ് ബി ഏബിൾ ഫോർ ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് യുവർ മൈൻഡ്. വാട്ട് ഈസ് മൈൻഡ്? മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ് എന്നാണ് പൊതുവെ പറയാറ്. ബ്രെയിൻ എന്താ ചെയ്യുന്നത്? ബ്രെയിൻ എന്തിനുള്ളതാണ്? ചിന്തിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും എന്തിനാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ ചിന്തിക്കുക എന്ന് പറയുന്ന വാക്കിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ചിന്തിക്കുന്നതിനല്ല. തിങ്കിങ് എന്ന് പറയുന്നത് വേറെ. ഇപ്പോൾ രാവിലെ വൈകുന്നേരം കോളേജ് വിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് വൈകുന്നേരം മീൻ പൊരിച്ചത് കാണുമോ എന്തോ, ഇത് ചിന്തയല്ല, ഇത് ആലോചനയാണ്. ചിന്ത നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് അതിന്റെ ആസ്പെക്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് അധ്വാനിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണ് തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ. അത് ചുമ്മാ ഇരുന്ന് കാഷ്വൽ ആയിട്ടിരുന്ന് ആലോചിക്കുന്നതിനല്ല നമ്മൾ തിങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ തിങ്കിങ്ങിന് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇതിലേക്കാണ് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്, എന്തിനാണ് ബ്രെയിൻ എന്ന് ചോദിക്കുന്നത്. ബ്രെയിൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം, അവിശ്വസനീയമായ ഉത്തരവാണ്. ബ്രെയിൻ ഈസ് ഫോർ ലോക്കോമോഷൻ. ചലിക്കാനാണ് ബ്രെയിൻ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഒരു ചെടിക്ക് ബ്രെയിൻ ഉണ്ടോ? ഒരു പ്ലാന്റിന് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ടോ? ഇല്ല. പ്ലാന്റിന് ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം കിട്ടിയതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ലോക്കോമോഷൻ. അതിന് ചലിക്കാൻ പറ്റില്ല. വേര് വളരും, ചെടികളുടെ ബ്രാഞ്ചസും വളരും, പക്ഷെ അത് ഗ്രോത്ത് ആണ്. ഇറ്റ്സ് നോട്ട് ലോക്കോമോഷൻ. എല്ലാ ജീവികളും നെർവസ് സിസ്റ്റം എന്തിനുള്ളതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോർ കോർഡിനേഷൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. എന്താണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? ബേസിക്കലി നിങ്ങളുടെ മൂവ്മെന്റ് ആണ്. ഓക്കെ. ലോക്കോമോഷൻ ആൻഡ് സ്റ്റിയറിംഗ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിനെയും ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് തീരുമാനിക്കുന്നതിനാണ് സ്റ്റിയറിംഗ് എന്ന് വിളിക്കുന്നത്. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ജീവികളിൽ ഈ കുറച്ച് ന്യൂറോൺസ് ഉള്ള ജീവികളുണ്ട്. അവർ ചെയ്യുന്നത് ഇങ്ങനെ മൂവ്മെന്റ് അതിനനുസരിച്ചിട്ട് മാറ്റുക എന്നുള്ളതാണ്. എങ്ങോട്ടെങ്കിലും കുറച്ച് ഷുഗർ ഉള്ള സ്ഥലത്തോട്ട് മൂവ് ചെയ്യുക, എന്തെങ്കിലും ടോക്സിക് കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടുന്ന് നീങ്ങി മാറുക. ഇതൊക്കെയാണ് വളരെ പ്രിമിറ്റീവായിട്ട് ഹൈഡ്രയോ അങ്ങനെ ഏതെങ്കിലും കുറേ ജീവികൾ ചെയ്യുന്നത്. കുറച്ചുകൂടെ വലിയ ജീവി വരുമ്പോൾ അതിന്റെ സാഹചര്യം കുറച്ചുകൂടെ വലുതാവും, കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസ് ആവും. ഓക്കെ. മനുഷ്യരിലോട്ട് വരുമ്പോൾ സിറ്റുവേഷൻ ഭയങ്കര കോംപ്ലക്സ് ആണ്. കാരണം മനുഷ്യരുടെ റിസോഴ്സസ്, പ്ലഷർ തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുണമുള്ള കാര്യങ്ങളും ദോഷമുള്ള കാര്യങ്ങളും, ത്രെഡ്സ് ആൻഡ് റിവാർഡ്സ് എല്ലാ ജീവികൾക്കും ഉണ്ട്. ഹൈഡ്രയ്ക്ക് ആണെങ്കിൽ കുറച്ച് ഷുഗർ സോഴ്സ് ഉണ്ടെങ്കിൽ അത് അതിന്റെ റിവാർഡാണ്. ത്രെഡ് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ്, തുരിശ് കലർന്ന വെള്ളം, അതിന് ടോക്സിക് ആണ്. അപ്പൊ അതെന്ത് ചെയ്യും? തിരിച്ചു നീങ്ങാനാണ് ശ്രമിക്കുക. അപ്പോൾ അത് അതിന് ത്രെഡാണ്. മനുഷ്യന്റെ ത്രെഡ്സ് എന്തൊക്കെയാണ്? ഇത്ര സിമ്പിൾ അല്ല. മനുഷ്യന് ചിലപ്പോൾ HOD വരെ ത്രെഡാണ് അല്ലേ? നമ്മൾ നടന്നു ഒരു അസൈൻമെന്റ് വെക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ടീച്ചർ എതിരെ വരുന്നു, നമ്മൾ ത്രെഡായിട്ട് സെർച്ച് ചെയ്തിട്ട് നമ്മൾ തിരി. ഓക്കെ. ഇതിന്റെ റൂട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകുമ്പോൾ അതിനകത്ത് ത്രെഡ് എങ്ങനെ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ബേസിക്കലി ഇത് ബയോളജിക്കലാണ്, പക്ഷെ കുറേ ലെയർ കഴിഞ്ഞാണ് ഇത് മുകളിൽ വന്നേക്കുന്നത്. മറ്റ് സിമ്പിൾ ജീവികൾക്ക് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ലേയേഴ്സ് ഇല്ല, വളരെ സിമ്പിൾ പർപ്പസ് ആണ്. നമുക്ക് അങ്ങനെ അല്ല. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നതല്ല, നമ്മൾ ത്രെഡ്സും റിവാർഡ്സും ഐഡന്റിഫൈ ചെയ്യുന്നതല്ല, നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മുടെ സോഷ്യൽ റിവാർഡ്സ് ഉണ്ട്, നമുക്ക് കുറച്ച് അംഗീകാരമൊക്കെ കിട്ടണം. അതുകൊണ്ടാണ് സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് സ്റ്റേജ് ഫിയർ വരുന്നത്. അല്ലാതെ സ്റ്റേജിൽ കയറി ആരെങ്കിലും വെടിവെച്ച് പോകുന്ന ചരിത്രമുണ്ടോ? ഇവിടെ ഇല്ല. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് ഇല്ലല്ലോ. നിങ്ങൾ വെടിയേറ്റ് മരിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ ഒരു സെമിനാർ എടുക്കാൻ നിൽക്കുകയാണ്, ആരെങ്കിലും നിങ്ങളെ വെടിവെക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. ആരെങ്കിലും കല്ലെടുത്തെറിയാൻ സാധ്യതയുണ്ടോ? ആരുമില്ല. പക്ഷെ എന്നിട്ട് നമുക്കൊരു പേടി. എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്സ്.
അവർ നമ്മളെക്കുറിച്ച് എന്താണ് അസസ് ചെയ്യുന്നത്, എനിക്ക് ഇടയ്ക്ക് ഒരു മുക്കലോ മൂളലോ വന്നാൽ ഞാൻ മണ്ടനാണെന്ന് മറ്റേ ആളുകൾ വിചാരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സാണ്. മണ്ടനാണെന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരാളെ മണ്ടനാണെന്ന് വെച്ചാൽ ഉടനെ പോയി ആൾ അടിക്കുമോ? ഇല്ലല്ലോ. കല്ലെടുത്തെറിയോ? ഇല്ല. നിങ്ങൾ മണ്ടനാണെന്ന് വെച്ചാൽ മറ്റുള്ളവരൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം മോശമായ നമുക്കൊരു ഇണയെ കിട്ടാനുള്ള സാധ്യത കുറയും. അല്ലേ? നാട്ടിലിറങ്ങി അന്വേഷിക്കുന്ന എന്തോ ഇങ്ങനെ പയ്യനൊരു ആലോചനയുണ്ട്, എങ്ങനെയുണ്ട്, കൊള്ളാമോ ചോദിക്കും, നല്ല പയ്യനാണ് എന്ന് പറയും. അല്ലേ? അടുത്ത ലെവലിലൂടെ ചോദിക്കണം, ആരാണ് പറയുന്നത്? പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരം ഒരുമിച്ചല്ല വെള്ളം അടിക്കുന്നത്, നല്ല പയ്യൻ എന്ന് പറയും. ആരെടുത്തോട് ചോദിക്കും. പല ലെയറിലാണ് നമ്മൾ അസസ്മെന്റ്. ഇതാണ് മനുഷ്യന്റെ കോംപ്ലക്സിറ്റി. പക്ഷെ ബേസിക്കലി നമ്മൾ ബ്രെയിൻ വെച്ച് ചെയ്യുന്നത് റിസോഴ്സസിനെ ഐഡന്റിഫൈ ചെയ്യുക, റിവാർഡ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, ത്രെഡ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, റിവാർഡ്സിന് നേരെ പോവുക, ത്രെഡ്സിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രെയിനിന് ഇത് മാത്രമേ ഉള്ളൂ പർപ്പസ്. അല്ലാതെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ആറ്റത്തിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിൽ എന്ത് ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ഐറ്റമേ അല്ല ബ്രെയിൻ. പക്ഷേ നമുക്ക് നമ്മുടെ ലൈഫ് കൂടുതൽ ബെറ്റർ ആക്കാൻ ഈ അറിവ് ഉപയോഗിക്കും പറ്റുമെന്ന് നമ്മൾ കുറെ കാലം കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനു വേണ്ടി സമയം ചെലവഴിച്ച് പലപ്പോഴും ഇതിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നത്. ഈ ഒരു ലിമിറ്റേഷൻ നമ്മൾ അക്നോളജ് ചെയ്താൽ മാത്രമേ നമ്മുടെ തോട്ട് പ്രോസസ്സ് പെർഫെക്റ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് നമ്മുടെ തോട്ട്സ് ഭയങ്കര പെർഫെക്റ്റ് ആണെന്നാണ്. ഞാൻ കാണുന്ന എല്ലാം കറക്റ്റാണ്, ഞാൻ കേൾക്കുന്ന എല്ലാം കറക്റ്റാണ്, ഞാൻ വിചാരിക്കുന്നത്, ഞാൻ നടത്തുന്ന അസസ്മെന്റ് എല്ലാം കറക്റ്റാണ്, എൻ്റെ ഡിസിഷൻ മേക്കിങ്ങും കറക്റ്റ് ആയിരിക്കും. പിന്നീട് ആലോചിക്കുമ്പോഴാണ് തേഞ്ഞു എന്ന് മനസ്സിലാവുന്നത്. അത് പിന്നീട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നു പഴയ ഡിസിഷൻ തെറ്റാണ്, അപ്പൊ എൻ്റെ ഇപ്പോഴത്തെ അസസ്മെന്റ് ശരിയാണെന്നാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. എപ്പോഴും നമ്മൾ ആ ഒരു ധാരണ നിന്നിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ പക്ഷേ പെർഫെക്റ്റ്ലി ലോജിക്ക് ഫോളോ ചെയ്യുന്ന ഒരു മെഷീൻ അല്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പിറ്റ് ഫോൾസ്. അങ്ങനെ നമ്മളെ തോട്ട് പ്രോസസ്സിലുള്ള ഒരു പാറ്റേണിനെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഡാനിയൽ കാനിമൻ എന്നൊക്കെ പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ്, ഇതിനകത്ത് പൊതുവിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആള്. അദ്ദേഹമാണ് മനുഷ്യരുടെ തിങ്കിങ് പാറ്റേണിലെ അനാലിസിസിലും റാഷണാലിറ്റിയിൽ നിന്നൊരു ഡീവിയേഷൻ ഒരു പാറ്റേണിലാണ് നടക്കുന്നത്. എല്ലായ്പ്പോഴും നമുക്കറിയാം നമ്മൾ എടുത്ത പല തീരുമാനങ്ങളും ലോജിക്കലായിരുന്നില്ല എന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിയും. നമ്മളെടുത്ത ഡിസിഷൻസ് തെറ്റിപ്പോയി എന്ന് ചിലപ്പോൾ നമ്മൾ തന്നെ തിരിച്ചറിയും, അല്ലെങ്കിൽ വേറൊരാൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മളെല്ലാവരും റാഷണാലിറ്റിയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പല ആളുകളുടെയും റാഷണാലിറ്റിയിലുള്ള ഡീവിയേഷൻ ലാർജായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ കാനിമാൻ എത്തിച്ചേർന്നൊരു നിഗമനം, ഈ ചുമ്മാ അങ്ങ് റാഷണാലിറ്റി നമുക്ക് തെറ്റിപ്പോകുന്നതല്ല, അതിനൊരു പാറ്റേൺ ഉണ്ട്, ചില പ്രത്യേക വീക്ക്നെസ്സുകൾ നമുക്കുണ്ട്. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഈ റാഷണാലിറ്റിയിൽ നിന്ന് മാറുന്നത്. അത്തരം നമ്മുടെ വീക്ക്നെസ്സുകളെ, നമ്മുടെ ചിന്തയുടെ വീക്ക്നെസ്സുകളെയാണ് കോഗ്നിറ്റീവ് ബയാസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അറിയാതെ ഒരു സൈഡ് വലിവ് വരും നമ്മുടെ തിങ്കിങ്ങിൽ. ഓക്കെ, അതിൽപ്പെട്ട ചില കോഗ്നിറ്റീവ് ബയാസുള്ള പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പീലിംഗ് അനക്ഡോട്ട്സ്, അപ്പീൽ ടു അതോറിറ്റി, ഏജന്റ് ഡിറ്റക്ഷൻ, അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്, ഹൈൻസൈറ്റ് ബയാസ്, കൺഫർമേഷൻ. ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ 10, 100, 150 എണ്ണം കിട്ടും. ഓക്കെ, ഇതെല്ലാം നമ്മളുടെ ബ്രെയിൻ ചുറ്റുപാടുകളെ അസസ് ചെയ്യുന്നതിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതിലും വരുത്തുന്ന വഴുതി വീഴലുകളാണ്. റാഷണാലിറ്റി ലോജിക്കിൽ നിന്നും വഴുതി പോകുന്നതിനാണ് വിളിക്കുന്നത്. ചില എക്സാമ്പിൾസ് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഈ സംഗതി കണ്ടിട്ടുണ്ടോ? ഈ ഒരു കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ? കംഫർട്ടിങ് ലൈസിൽ ആള് കൂടുതലാണ്, അൺപ്ലസന്റ് ട്രൂത്തിനടുത്ത് ആളില്ല. ഇത് നമ്മൾ നാച്ചുറലി ചെയ്യുന്നതാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഈ എൻട്രൻസിന് അപ്ലൈ ചെയ്യാനുള്ള സമയമായി. സമയമായപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ അയക്കാൻ ആപ്ലിക്കേഷൻ ഫോം പെൻസിൽ കൊണ്ട് ബ്ലാക്ക് ചെയ്യുന്നതിന് പകരം പേന കൊണ്ട് ഡാർക്ക് ചെയ്തു OMRലെ ബബിൾസ്. അവൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത്, ഇന്നത്തെ പോലെ ഓൺലൈനായില്ല, അന്ന് ഫിസിക്കലി ഇത് വാങ്ങി അയക്കുകയാണ് ചെയ്യുന്നത്. സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്നെ അറിഞ്ഞത് പേന വെച്ച് ബ്ലാക്ക് ചെയ്യാൻ അത് കറുപ്പിക്കാൻ പാടില്ല, പെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് 750 രൂപയുടെ ഫോമാണ്, അന്ന് ഭയങ്കര വലിയ വിലയാണ്. ഇനി അച്ഛനടുത്ത് നിന്ന് പറയണം ഫോം തെറ്റിപ്പോയി വേറെ വാങ്ങണം. അപ്പോൾ അവൻ ടെൻഷനിലായി. അപ്പോൾ ഞാൻ അവനെ ആശ്വസിപ്പിക്കാം, കൂട്ടുകാരന്മാരെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കർത്തവ്യമാണല്ലോ. ഞാൻ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, എടാ OMR ഷീറ്റാണ്, മെഷീനാണ് റീഡ് ചെയ്യുന്നത്, അത് പെൻസിൽ കൊണ്ടാണോ പേന കൊണ്ടാണോ കറുപ്പിച്ചതെന്ന് മെഷീൻ എങ്ങനെ മനസ്സിലാവും? പെൻസിൽ കൊണ്ട് കറുപ്പിച്ചാൽ എങ്ങാനും തെറ്റിപ്പോയാലും മായ്ച്ചിട്ട് കറുപ്പിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് പെൻസിൽ ഉപയോഗിക്കാൻ പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞ മറുപടി, അളിയ നീ പ്ലീസ് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കായിരിക്കും, ഞാൻ ഇച്ചിരി ഒന്ന് വിഷമിച്ചോട്ടെ. അപ്പൊ ഞാൻ കുറച്ചേരം ഇങ്ങനെ മാറി ഞാനിപ്പോ എന്താ ചെയ്തത്?
പക്ഷെ ഇത് നമ്മൾ പറയും, കാരണം ഇതൊരു സാഡ് സിറ്റുവേഷൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചേക്കുന്നത്. അത് മാറ്റാൻ ശ്രമിക്കരുത്, എൻ്റെ അസസ്മെന്റിനെ ചലഞ്ച് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചില കള്ളങ്ങൾ നമുക്ക് ഇഷ്ടമാണ്, കാരണം നമ്മുടെ അസസ്മെന്റിനെ ശരിയാക്കുന്ന കള്ളങ്ങളാണത്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം. ഓക്കെ, ചില സത്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ ഫിൽട്ടർ ചെയ്താണ് പറയുന്നത്. ചില ആളുകളടുത്ത് എന്ത് പറയാം, എന്ത് പറയരുത്. ചിലപ്പോൾ നമ്മൾ കള്ളം പറയാൻ വേണ്ടി ചൂസ് ചെയ്യും. ഇയാളടുത്ത് നമുക്ക് ഈ സത്യം പറഞ്ഞാൽ ശരിയാകത്തില്ല, ദാറ്റ് പേഴ്സൺ മൈറ്റ് നോട്ട് ഹാൻഡിൽ ഇറ്റ്, നമ്മൾ കള്ളം പറയും. ഓക്കെ, പക്ഷേ നമ്മൾ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും അസസ്മെന്റും ഒക്കെ വേണമെന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിടുന്നു. ഇനി ഒരെണ്ണമുണ്ട്, കൺഫർമേഷൻ ബയസ്. അതാണ് ഇപ്പൊ ഈ പറഞ്ഞ സാധനം. ഈ കോഗ്നിറ്റീവ് ബയസിന്റെ പേര് കൺഫർമേഷൻ ബയസ് എന്നാണ്. ഞാൻ ശരിയെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെ കൺഫേം ചെയ്യുന്ന തെളിവുകളാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന വെൻ ഡയഗ്രാം എന്നാണ്. ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവൈലബിൾ ഫാക്ട്സ് ആൻഡ് എവിഡൻസ് ഒരു സെറ്റാണ്, നമ്മുടെ വിശ്വാസങ്ങൾ വേറൊരു സെറ്റാണ്. അപ്പൊ നമ്മൾ ഈ എല്ലാ ഫാക്ട്സും എവിഡൻസും എടുക്കൂല. നമുക്ക് വേണ്ട എവിഡൻസ് താഴെ വാട്ട് വി ബിലീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസങ്ങളോട് യോജിക്കുന്ന എവിഡൻസ് എവിടാണോ ഉള്ളത് അത് മാത്രം നമ്മൾ എടുക്കും. ഇപ്പൊ നമ്മളൊരാളെ കുറിച്ച് മോശമാണെന്ന് വിചാരിച്ചിരിക്കുന്നത്, അയാൾ ശരിയല്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അവനൊരു മോശം പ്രവൃത്തി ചെയ്താൽ നമ്മൾ അപ്പോഴേ ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണ്? നമ്മളുടെ ധാരണകളെ ശരിവെക്കുന്ന തെളിവാണ്. ഇനി അയാളൊരു നല്ല കാര്യം ചെയ്തായിട്ട് കേട്ടാൽ നമ്മൾ എന്ത് പറയും? അത് അവൻ തന്നെ ആണ്, വേറെ എന്തെങ്കിലും രഹസ്യം കാണാം, അല്ലാതെ അവൻ അത് ചെയ്യത്തില്ല. എന്തുകൊണ്ടാ? നമ്മുടെ വിശ്വാസത്തോട് യോജിക്കുക. നമ്മുടെ മനസ്സിലെ മോശം വ്യക്തി മോശം കാര്യങ്ങളെ ചെയ്യാവൂ, നല്ല കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അവൻ പാവങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ഒരു നന്മ ചെയ്യുകയാണ്, അയാൾ അടുത്ത ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പലതും കാണിക്കും, ഇങ്ങനെ നമ്മൾ പറയും. മറിച്ചൊന്നും പറയത്തില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു നേതാവ് ഒരു മോശം കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ നമുക്ക് ഭയങ്കര ഗുണം ചെയ്യാൻ പോകുന്ന കാര്യമാണ്. സമൂഹത്തിന് ഗുണമുള്ള കാര്യം മാത്രമേ അദ്ദേഹം ചെയ്യൂ നമ്മൾ പറയും. എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ് കൺഫേംസ് അവർ ബിലീഫ്. നമ്മൾ അങ്ങനെ, ഇത് നമ്മൾ മനഃപൂർവ്വം കള്ളം പറയുന്നതല്ല, അതാണ് അവിടുത്തെ പ്രശ്നം. ആത്മാർത്ഥമായിട്ട് ഇതാണ് കാര്യം നമ്മളങ്ങ് വിശ്വസിച്ചാ പറയുന്നത്. ദിസ് ഈസ് കോൾഡ് കോഗ്നിറ്റീവ്. അതുകൊണ്ട് അത് ഒരാൾ അങ്ങനെ പറയുന്നത് അയാൾ മനഃപൂർവ്വം കള്ളം പറയുന്നതാണെന്ന് വിചാരിക്കുന്നത്. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. മനഃപൂർവ്വം കള്ളം പറയുന്നതല്ല, അയാൾ അങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നത്. അയാൾ മറിച്ചുള്ള എവിഡൻസ് അയാൾ കാണുന്നില്ല. വേറൊന്നുണ്ട്, പോസ്റ്റ് ഹോക്ക് ഫാലസി. എന്ത് കഴിഞ്ഞിട്ടാണോ മറ്റൊന്ന് നടക്കുന്നത്, ആ നടന്നത് തൊട്ട് മുമ്പ് നടന്നതിന് കാരണമാണ് നടന്നതെന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ്, റെഡ് ലൈറ്റ് കണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് ഓടി അങ്ങ് അപ്പുറത്ത് പോയി. അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ തലവേദന. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അപ്പൊ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്താൽ തലവേദന വരും. എന്തുകൊണ്ട്? റെഡ് ലൈറ്റ് കഴിഞ്ഞ ഉടനെയാണ് തലവേദന വന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കും. ഞാൻ ഒരു പ്രത്യേക ഷർട്ട് ഇട്ടുകൊണ്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് അന്നത്തെ പരീക്ഷ എളുപ്പമായിരുന്നു. അപ്പൊ ആ ഷർട്ടാണ് പരീക്ഷ എളുപ്പമാക്കി. പോസ്റ്റ് ഹോക്ക് ഫാലസി എന്നാണ് അതിന്റെ പേര്. ഇനി ഏറ്റവും കൂടുതലേതാണ് കോറിലേഷൻ വേഴ്സസ് കോസേഷൻ. ചില കാര്യങ്ങൾ ഒരുമിച്ച് നടക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് നടക്കുന്നുകൊണ്ടാണ് അത് നടക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തേക്കുന്നത് ബെഡ്ഷീറ്റിൽ തല കുടുങ്ങി മരിച്ച ആളുകളുടെ എണ്ണവും ചീസിന്റെ ഉപയോഗവും എങ്ങനെയാണ് ടൈമിന് 2000 മുതൽ 2008 വരെയുള്ള വർഷങ്ങളിൽ ഈ രണ്ടിന്റെ വേരിയേഷൻ എങ്ങനെയായിരുന്നു എന്നാണ് ഗ്രാഫിൽ കാണിച്ചേക്കുന്നത്. ഒരുപോലെ. അപ്പൊ ചീസ് കഴിച്ചാൽ ബെഡ്ഷീറ്റിൽ തല കുരുങ്ങി മരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ തമ്മിൽ കോറിലേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോ വേനൽക്കാലത്ത് AC-യുടെ വിൽപ്പന കൂടും, ഐസ്ക്രീമിന്റെ വിൽപ്പനയും കൂടും. ഐസ്ക്രീം വാങ്ങിക്കുന്നതുകൊണ്ടാണ് നമുക്ക് AC വേണ്ടി വരുന്നത്. നമ്മളങ്ങ് വിചാരിക്കും. നമുക്ക് പക്ഷെ രണ്ടിനും കോമൺ കോസ് ആണുള്ളത്. പിന്നെ വേറൊരെണ്ണമുണ്ട്, നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാവില്ല, ചില ആളുകൾക്ക് മനസ്സിലാവും. ഷൂസ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങിയാൽ പിറ്റേന്ന് രാവിലെ തലവേദനയായിരിക്കും. ഒരുപാട് പേര് പറയും ഷൂസ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങിയാൽ പിറ്റേന്ന് രാവിലെ തലവേദന വരും. ആക്ച്വലി അവിടെ നടക്കുന്നത്, ഏത് കണ്ടീഷനിലാണോ ഉറങ്ങുന്നതിന് മുമ്പ് ഷൂസ് അഴിക്കാൻ പറ്റാതെ വരുന്നത്, അന്ന് ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ തലവേദനയായിരിക്കും. നമ്മൾ നോർമലി ഷൂസ് ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങത്തില്ല, പക്ഷെ ചില കണ്ടീഷനിൽ നമുക്ക് ഷൂസ് അഴിക്കാൻ പറ്റത്തില്ല, നമ്മൾ കിടന്നങ്ങ് ഉറങ്ങും നേരെ. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ നല്ല തലവേദന ആയിരിക്കും. അത് ഷൂസ് കാരണമാണെന്ന് നമുക്ക് തോന്നും.
കോറിലേഷനാണ്. നമ്മൾ ഷൂസ് ഇട്ടുകൊണ്ട് കിടന്ന ദിവസങ്ങളിലെല്ലാം പിറ്റേന്ന് തലവേദനയാണ്. ഓക്കെ, സോ ദീസ് ആർ കോൾഡ് സ്പ്യൂരിയസ് കോറിലേഷൻ. ആക്ച്വലി അവ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, പക്ഷേ എങ്ങനെയോ അവ ഒരുമിച്ച് ഒരുപോലെ വേരി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നതാണ്. അത് കോറിലേഷനാണ്. കോസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കാരണം അത് നടക്കണം. അത് നമുക്ക് എളുപ്പത്തിൽ ചുമ്മാ ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്. പൊതുവെ നമ്മൾ എടുക്കുന്ന എല്ലാ ഡിസിഷനും, നമ്മളുടെ എല്ലാ അസസ്മെന്റിനും തെളിവുകളുണ്ട്. നമ്മൾ 2 തവണ ആഹാരം കഴിച്ചപ്പോഴും നല്ല അനുഭവം കിട്ടിയ ഹോട്ടൽ നല്ല ഹോട്ടലാണെന്ന് പറയുന്നതിന്റെ തെളിവ് ഏതാണ്? നമ്മുടെ 2 ദിവസത്തെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇനി ഈ 2 ദിവസത്തെ എക്സ്പീരിയൻസ് ഓർത്തെടുത്തിട്ടാണ് നമ്മളിത് പറയുന്നത്. പക്ഷെ നമ്മൾ എല്ലാ സംഭവങ്ങളും ഒരുപോലെ ഓർക്കൂ? ഇല്ല. ദർ ഇസ് സെലക്ടിവിറ്റി ഓഫ് മെമ്മറി. പ്രത്യേകിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ഓർമ്മയിൽ പതിയും. അങ്ങനെ ഓർമ്മയിൽ പതിയേണ്ട ആവശ്യമുണ്ട്. കാരണം ബ്രെയിൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് ബേസിക്കലി ഹെൽപ്സ് യു ടു അസസ് റിവാർഡ് ആൻഡ് ത്രെറ്റ്. റിവാർഡ് നിങ്ങൾ മറന്നു പോയാലും കുഴപ്പമില്ല, അടുത്ത തവണ റിവാർഡ് വരുമ്പോൾ അതങ്ങ് എടുത്താൽ മതിയല്ലോ. ത്രെട്ട് മറന്നു പോകരുത്. മറന്നാൽ പിന്നെ ആ ത്രെട്ടിന് തലവെക്കും. ഇപ്പം നിങ്ങളൊരു രാജേന്ദ്ര മൈതാനിയുടെ സൈഡിൽ കൂടെ നടന്നു പോയപ്പോൾ എതിരെ ഒരാൾ നടന്നു വന്നു, നിങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോയി. നിങ്ങളൊന്ന് ചിലപ്പോൾ ഒന്ന് തിരിച്ചിരിക്കും, ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കും, ആരാണ് കക്ഷി എന്ന് ആലോചിച്ച് ചിരിക്കാൻ മറന്നു പോകുമ്പോഴത്തേക്ക് പുള്ളി അങ്ങ് പോകും. പിന്നെ ചിലപ്പോൾ പുള്ളിയെ തിരിച്ച് വിളിക്കുന്ന ചിരിക്കണ്ടേ, നമ്മളങ്ങ് വിടും. പക്ഷെ ആ കക്ഷി നമ്മളങ്ങ് മറന്നു പോകും ചിലപ്പോൾ. പക്ഷെ ഒരാൾ നമ്മൾ അതുവഴി നടന്നു പോകുന്ന സമയത്ത് മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് പോയി. ഈ ചിരിച്ച ആളിനാണോ ഈ ആളിനാണോ നിങ്ങൾ ഓർക്കാൻ സാധ്യത കൂടുതൽ? അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഇങ്ങനെ നാക്കിയിട്ട് പോയി, നിങ്ങൾക്ക് അറിയാത്ത ഒരാൾ. ചിലപ്പോൾ ആ മനുഷ്യൻ എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള ആളാവാം. പക്ഷെ നിങ്ങൾ ആ ഒരു ജാമ്യം അവിടെ കൊടുക്കൂ? ഇല്ല. അയാൾ ആരായിരിക്കും? എന്തിനായിരിക്കും അയാൾ എന്നെ നോക്കി അങ്ങനെ ചെയ്തത്? കറക്റ്റ് ഓർത്ത് വെക്കും. എന്തിനാ അത് ഓർത്ത് വെക്കുന്നുള്ള ഗുണം? നാളെ ഇയാൾ നമുക്കെതിരെ എന്തെങ്കിലും പണിയും മറ്റും വന്നാൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യണ്ടേ? ചിരിച്ച ആൾ നമുക്കെതിരെ നാളെ എന്ത് ചെയ്യും? ചിലപ്പോൾ ചിരിക്കും. ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, പ്രിപ്പയർഡ്നെസ്സിന്റെ ആവശ്യമില്ല. അപ്പം ബേസിക്കലി നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സെലക്റ്റീവായിട്ട് ഓർത്ത് വെക്കും. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്. എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഓർത്തിരിക്കില്ല. ചില കാര്യങ്ങൾ ഓർമ്മയിൽ കൂടുതൽ നിൽക്കും. നമ്മുടെ തെളിവ് നമ്മുടെ ഓർമ്മയിൽ കൂടുതൽ പതിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഓർമ്മയിൽ കൂടുതൽ പതിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന കാര്യങ്ങളല്ല നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും കേൾക്കുന്ന കൂടുതൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉച്ചയ്ക്ക് ഒരു ചായ കുടിക്കേണ്ടി വന്നാൽ കുടിക്കാൻ ചിലപ്പോൾ പോക്കറ്റ് മണി കാണും. ഇന്ത്യയിൽ എത്ര ആളുകളുടെ കയ്യിൽ പോക്കറ്റ് മണി ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ പോക്കറ്റ് മണി എന്ന അളവിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആവശ്യത്തിന് ചായ കുടിക്കാനോ ഒരു നാരങ്ങ വെള്ളം കുടിക്കാനോ നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് 10 റിച്ചസ്റ്റ് ആൾക്കാരിൽ പെടും. ഇന്ത്യയിലെ മൊത്തം മനുഷ്യരിൽ ധനികരെ ഏറ്റവും മുകളിൽ അംബാനി അദാനിയും തുടങ്ങി താഴെ വരെ ആളുകളെ ഇന്ത്യയിലെ 130 കോടി മനുഷ്യരെടുത്താൽ ആദ്യം കിടക്കുന്ന 10% ആളുകളുടെ കയ്യിൽ മാത്രമേ പോക്കറ്റ് മണി ഉള്ളൂ. നമുക്കങ്ങനെ തോന്നുന്നു? നമ്മൾ ആരെയാണ് സാധാരണക്കാരെന്ന് വിളിക്കുന്നത്? നമ്മളെ പോലെ ഇരിക്കുന്ന ആൾക്കാർ. മോഹൻലാലിന്റെ കണ്ണിൽ സാധാരണക്കാരൊക്കെയാണ് മമ്മൂട്ടി, പൃഥ്വിരാജ്, ഇല്ലേ? പുള്ളി എപ്പോഴും ഇടപെടുന്നവരാണ്. നമ്മളെപ്പോഴും നമ്മളെ പോലെ ഇരിക്കുന്നവരാ സാധാരണക്കാർ. ആൾക്കാർ എപ്പോഴും പറയും സാധാരണക്കാർക്ക് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് പറയുന്ന ചിലപ്പോൾ ആരായിരിക്കും? കോടികളുടെ ബാങ്ക് ബാലൻസ് ഉള്ള വോൾവോ കാറിൽ വരുന്ന ആളായിരിക്കും പറയുന്നത് സാധാരണക്കാർ. കാരണം അവരുടെ കണ്ണിൽ അവരാ സാധാരണക്കാർ. കാരണം അവർ കാണുന്നതും നിരന്തരം ഇടപെടുന്നതും ഇതുപോലുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളെ തന്നെ ഏതാണ്ട് സോഷ്യൽ സിറ്റുവേഷൻസിലുള്ള ആളുകളായിട്ടൊക്കെ നമുക്ക് സൗഹൃദമുള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും ലോകത്തിലെ മുഴുവൻ പ്രശ്നം നമ്മുടെ കൂട്ടുകാരുടെ പ്രശ്നങ്ങളാണ്. അല്ല, ലോകത്ത് 80% ആളുകൾക്കും കുടിവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. കുടിക്കാൻ കൊള്ളാവുന്ന കുടിവെള്ളം കിട്ടാൻ 80% ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എറണാകുളംകാർക്കിപ്പോൾ തോന്നുന്നുണ്ടോ ലോകത്ത് എല്ലാവരും ഇഷ്ടം പോലെ കൊതുകടി കൊള്ളുന്നുണ്ടോ? ഇല്ല, അതെല്ലായിടത്തും ഇല്ല, അല്ലേ? അങ്ങനെയല്ല. നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ വിചാരിക്കും. അതിനെയാണ് നമ്മൾ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിക്കുന്നത് റീസെന്റ്, ഫ്രീക്വന്റ്, നെഗറ്റീവ് ആൻഡ് എക്സ്ട്രീം. ഇതാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. പെട്ടെന്ന് ഇപ്പൊ നടന്ന കാര്യങ്ങൾ, പിന്നെ പെട്ടെന്ന് സ്ഥിരം നമ്മൾ കാണുന്ന കാര്യങ്ങൾ, പിന്നെ നെഗറ്റീവ് കാര്യങ്ങൾ, എക്സ്ട്രീം കാര്യങ്ങൾ. ഡേറ്റ എന്ന് പറഞ്ഞാൽ അതല്ല. നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടി പോയി നോക്കി പഠിച്ചെടുക്കണം. മനുഷ്യന് 2 തരത്തിലുള്ള തോട്ട് പ്രോസസ് ഉണ്ട്. ഒന്ന് സിസ്റ്റം 1, സിസ്റ്റം 2. സിസ്റ്റം 1 തിങ്കിങ് ആണ് നമ്മൾ 95% സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നത്. വളരെ ക്വിക്കാണ്, പെട്ടെന്ന് കിട്ടും, അൺകോൺഷ്യസ് ആണ്, ഫാസ്റ്റ് ആണ്, അസോസിയേറ്റീവ് ആണ്, ഓട്ടോമാറ്റിക് ആണ്, പെട്ടെന്ന് ഇനി വരും. പക്ഷെ അത് മിക്കവാറും
ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. എന്നാൽ സിസ്റ്റം 2 എന്ന് പറയുന്നത് റാഷണൽ തിങ്കിങ് ആണ്. ഇറ്റ് ടേക്സ് എഫേർട്ട്, സ്ലോ, ലോജിക്കൽ, ലേസി. അതുകൊണ്ട് നമ്മൾ ഏതായിരിക്കും എടുക്കുന്നത്? സിസ്റ്റം 1 ആണ് നമ്മൾ ഭൂരിഭാഗം. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ്, വണ്ടി ഇടിക്കോ ഇല്ലെന്ന് തീരുമാനിക്കണം. നമ്മൾ എന്ത് ചെയ്യും? ആ വരുന്ന വണ്ടിയെ ഒരു ലേസർ അല്ലെങ്കിൽ ഒരു ഡോപ്ലർ റഡാർ വെച്ച് അതിൻ്റെ സ്പീഡ് അളന്ന് അത് ഇവിടെ വരെ എത്ര സമയം എടുക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എൻ്റെ വാക്കിംഗ് സ്പീഡ് ശരാശരി എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ഈ സ്പീഡിൽ നടന്നാൽ റോഡിൻ്റെ വീതി വെച്ചിട്ട് എത്ര സമയം കൊണ്ട് അവിടെ എത്തും, ആ കാർ അവിടെ നിന്ന് ഇവിടെ എത്താൻ എത്ര സമയം എടുക്കും, അങ്ങനെയെങ്കിൽ എനിക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് കാർ വരുമോ, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ ക്രോസ് ചെയ്യുന്നത്? ഇല്ല, ഒരു ചാട്ടം അങ്ങ് ചാടും. ഞാൻ ആക്യുറസി കുറവാണ്, പക്ഷെ പ്രാക്ടിക്കലി നടക്കും. പക്ഷേ ഹൈ സ്റ്റേക്ക് സിറ്റുവേഷൻസിൽ, ഉദാഹരണത്തിന് ഒരു അസുഖം, തലവേദന, 1 മാസമായിട്ട് തുടർച്ചയായിട്ട് തലവേദനയുണ്ട്. ഓക്കെ, ഏത് ഡോക്ടറെ കാണണം? നമ്മുടെ അടുത്തൊരു മന്ത്രവാദി ഉണ്ട്, പുള്ളി ഒന്ന് ജപിച്ച് തന്നാൽ പെട്ടെന്ന് ഇത് മാറുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഒരു ഡിസിഷൻ. ഇതും ഡിസിഷൻ മേക്കിംഗ് ആണ്. ഈ ആമ്പളയുടെ സീൻ കണ്ടിട്ട് ചിരിക്കണോ വേണ്ട എന്നുള്ള പോലെ ഒരു ഡിസിഷനാണ് ഇതും. പക്ഷെ എല്ലാ ഡിസിഷനും ഒരേ വിലയല്ല. ഈ ഹെഡ് ഏക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഉറക്കം നഷ്ടപ്പെടുക, ടെൻഷൻ വരിക മുതൽ ബ്രെയിൻ ട്യൂമർ ഉണ്ടാകുന്നതിന് വരെ സിംറ്റമാണ് ഹെഡ് ഏക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള സിംറ്റമാണ് ഹെഡ് ഏക്ക്. ഈ ഹെഡ് ഏക്ക് വെച്ച് ഞാൻ എന്താണ് ചെയ്യാൻ പോകും, ഞാൻ ആരെ കാണും, എന്ത് റെമഡി എടുക്കാൻ തീരുമാനിക്കും എന്നുള്ള ഡിസിഷൻ നിങ്ങൾ സിസ്റ്റം 1 വെച്ചെടുക്കോ സിസ്റ്റം 2 വെച്ചെടുക്കോ എന്ന് പറയും. പക്ഷെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന 5 പേരുടെ സിസ്റ്റം 1 ചേരുമ്പോൾ സിസ്റ്റം 2 ആണെന്ന് നമ്മൾ വിചാരിക്കും. എല്ലാവരും പറയും, നമ്മുടെ ചുറ്റുമുള്ള മാമനും ചേട്ടിയും കുഞ്ഞമ്മയും എല്ലാവരും പറയും ഇതാണ് എന്ന് പറയും. അപ്പം നമ്മൾ വിചാരിക്കും ഇതാണ് കിടില്ല. അതിനൊരു പേര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതാണ് അനക്ഡോട്ട്സ്. എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ സംഗതി ശരിയായി, എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സംഗതി ശരിയാവാനാണ് സാധ്യത നമ്മൾ വിചാരിക്കും. ഓക്കെ, ദാറ്റ്സ് വെയർ സയന്റിഫിക് മെത്തേഡ് കംസ് ടു ഹെൽപ്പ്. ഇവിടെ പലരും സയന്റിഫിക് മെത്തേഡ് കാണാതെയൊക്കെ പഠിച്ച് essay ഒക്കെ ആയിട്ട് എഴുതി ചിലപ്പോൾ പരീക്ഷയ്ക്ക് മാർക്കൊക്കെ വാങ്ങിക്കും. പക്ഷെ അത് പ്രവർത്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് തുടങ്ങുന്നത് ഒരു ഒബ്സർവേഷനിൽ നിന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ആ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ നമ്മൾ ഉത്തരത്തിലെത്താൻ പാടില്ല. നമ്മൾ ആദ്യം ഹൈപ്പോത്തസിസ് ഉണ്ടാക്കണം, ഊഹങ്ങൾ ആദ്യം ഉണ്ടാക്കണം. എന്നിട്ട് ഓരോ ഊഹത്തിൽ ഏതാണ് ശരിയെന്ന് പരീക്ഷിച്ച് ബോധ്യപ്പെടണം. എല്ലാം ഒരുപോലെ പരീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പതിയെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തിട്ട് അതിലൊരു ഹൈപ്പോത്തസിസ് ആണ് ഉത്തരമായിട്ട് മാറുന്നത്. ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്ന അറിവുകളെയാണ് സയന്റിഫിക് നോളജ് എന്ന് വിളിക്കുന്നത്. നമ്മൾ വിചാരിച്ച് രാവിലെ ക്യാൻറ്റീൻ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു തോന്നൽ വന്ന് ആ അറിവിനെ സയന്റിഫിക് ഇൻഫർമേഷനായിട്ടോ നോളജായിട്ടോ കണക്കാക്കാൻ പറ്റില്ല. ഒരു വാക്ക് കൂടെ ഉണ്ട്, സയന്റിഫിക് ടെമ്പർ. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇൻഫർമേഷൻ ഒരു സയന്റിഫിക് ഇൻഫർമേഷനാണ്. അത് നിങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങളൊരു ആക്ഷൻ എടുക്കുമ്പോഴും ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോഴും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്ന് പറയപ്പെടുന്ന സാധനമാണ് സയന്റിഫിക് ടെമ്പർ. അല്ല നിങ്ങൾക്ക് ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് എന്നറിയാം എന്നുള്ളത് ഇൻഫർമേഷൻ മാത്രമേ ആവൂ. അതുകൊണ്ട് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി അപ്പുറത്ത് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ, അമേരിക്കയിലോട്ട് പോയി കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് അവിടെ എത്താൻ കുറച്ച് സമയമെടുക്കും. ഭൂമി വളഞ്ഞാണ് ഇരിക്കുന്നത്, സർഫസ് വളഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വേറെ സമയമായിരിക്കുമെന്ന് ഇൻബോണായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ ടെമ്പർ. അത് നിങ്ങളുടെ തിങ്കിങ്ങിൻ്റെ ഭാഗമായി. അതിൻ്റെ ഒരു വേറെ എക്സ്ട്രീം ഉണ്ട്. ഞാൻ സ്ഥിരം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നോളജാണ്. വരുന്ന ഓഗസ്റ്റ് 12-ാം തീയതി 3 ദിവസത്തേക്ക് സൂര്യൻ അസ്തമിക്കത്തില്ല. ഇത് വാട്സാപ്പിൽ ഇങ്ങനെ എല്ലാ വർഷവും കിട്ടും. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതും ഡോണ്ട് മിസ് ഇറ്റ് എന്ന് വെച്ചാൽ സൂര്യൻ 3 ദിവസം അസ്തമിച്ചില്ലെങ്കിൽ ആരാണ് മിസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ അയ്യോ സൂര്യൻ അസ്തമിച്ചില്ല, ശരി ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചെന്ന് ആരാ പറയാൻ പോകുന്നത്? നമ്മളെല്ലാവരും ശ്രദ്ധിക്കും, പക്ഷെ നമ്മൾ പറയും. കാരണം ഈ കരിക്ക് സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊരു മീമായിട്ട് മാറി സാധനമില്ലേ, സംശയമൊന്നും ഇല്ലല്ലോ. ഇതാണ് പറയുന്ന കള്ളമാണ്, സംശയിക്കാതിരിക്കാൻ വേണ്ടി ചേർക്കുന്നതാണ്. എല്ലാവരും പറഞ്ഞേക്കണം. എനിക്കിപ്പോൾ തോന്നിയത്. പിന്നെ മറ്റേ ഫ്രൂട്ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന എയ്ഡ്സ് രോഗിയായ എംപ്ലോയി സ്വന്തം ബ്ലഡ് കലർത്തി വിടുന്നത്. അയാൾക്ക് എത്ര ലിറ്റർ ബ്ലഡ് കാണും അല്ലേ? ഇത്രയും ഫ്രൂട്ടി ബോക്സിനകത്തോട്ട് ഈ ബ്ലഡ് കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ പുള്ളി ബ്ലഡ് ബാങ്കായിട്ട് സ്വയം പ്രഖ്യാപിക്കണം. പക്ഷെ ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്യും. രണ്ടാമതൊന്നും ആലോചിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഇൻഫർമേഷനൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ PhD ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നു. 7 പാരസെറ്റമോൾ ഗുളിക കൊടുത്താൽ എലി ചത്തുപോകും. എക്സ്പെരിമെൻ്റ് ആണ്. റിസൾട്ട് കൺക്ലൂഷൻ, പാരസെറ്റമോൾ എലി വിഷമാണ്. ഞാൻ ഫോൺ എടുത്ത് വിളിച്ച്, നിനക്ക് ആരാണ് കെമിസ്ട്രിയിൽ PG തന്നത്? 5 ലിറ്റർ വെള്ളം കുടിച്ചാൽ നിങ്ങൾ ചത്തുപോകും. ഒറ്റ ഇരിപ്പിന് 5 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം കാരണം നിങ്ങൾ
ഡൈല്യൂഷൻ വന്ന് മരിച്ചു, സോൾട്ട് ഡൈല്യൂഷനൊക്കെ സംഭവിച്ചു. അതിനർത്ഥം വെള്ളം വിഷമാണോ? ഓക്സിജൻ കാരണമാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഈ ഓക്സിജനാണ് എല്ലാ ദിവസവും വലിച്ചെടുക്കുന്നത്. ഇപ്പൊ ശ്വാസകോശം തുരുമ്പിക്കണ്ട്. ഇങ്ങനെയുള്ള സിമ്പിൾ ലോജിക്കാണ്. കത്തുന്ന വാതകം ഹൈഡ്രജൻ, കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജൻ ചേർന്ന വെള്ളമാണ് ഫയർഫോഴ്സുകാർ കൊണ്ട് തീയിലിട്ടേക്കുന്നത്, ഇല്ലേ? സോഡിയം വെള്ളത്തിൽ വീണ പൊട്ടും. ക്ലോറിൻ വിഷവാതകമാണ്. ഇത് രണ്ടും ചേർന്ന സോഡിയം ക്ലോറൈഡാണ് എല്ലാ ദിവസവും പാചകത്തിന് വാരി ഇടുന്നത്. ഇതെന്താ ആലോചിക്കാത്തത്? ബിക്കോസ് ഇറ്റ് റിക്വയർസ് സിസ്റ്റം ടു തിങ്കിങ്. നമ്മളത് വയേർഡല്ല. ദാറ്റ് ഇസ് വൈ യു നീഡ് എഡ്യൂക്കേഷൻ. ഈ കോളേജിൽ പഠിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, സക്കർബർഗിന്റെ ഒക്കെ എക്സാമ്പിളും ബിൽഗേറ്റ്സിന്റെ ഒക്കെ എക്സാമ്പിളും പറഞ്ഞിട്ട് പറയും കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആണ് ലോകം മാറ്റി മറിച്ചിട്ടുള്ളത്, നമ്മളും ഡ്രോപ്പ് ഔട്ട് ആയാൽ മറിയും എന്ന് പറയും. നമ്മൾ മറിയും. എക്സെപ്ഷൻസ് വെച്ച് നിയമം ഉണ്ടാക്കരുത്. സ്റ്റഡീസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിലൊരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആനുവൽ ഇൻകം ഗ്രാജുവേറ്റ് ഡിഗ്രി ഇല്ലാത്ത ഒരാളെ അപേക്ഷിച്ച് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കോളേജിൽ വന്ന് ഇവിടെ കറങ്ങിയൊക്കെ നടന്നതിന് ശേഷം 10 സപ്ലിയൊക്കെ ബിൽഗേറ്റ്സും മാർക്ക് സക്കർബർഗും സപ്ലി അടിച്ചല്ല ഔട്ട് ആകുന്നതെന്നും അവിടെ ആലോചിക്കണം. അവരാ സിസ്റ്റം പോരാന്ന് തോന്നിയതുകൊണ്ടും അവരാ സിസ്റ്റത്തിന് മുകളിലാണെന്നും തോന്നിയതുകൊണ്ടാണ് ഡ്രോപ്പ് ഔട്ട് ആയത്. അല്ലാതെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പേപ്പറെല്ലാം പഠിച്ചിട്ട് പാസ്സാവാത്തോണ്ടല്ല ബിൽഗേറ്റ്സ് അവിടുന്ന് പുറത്തു പോകുന്നു. അപ്പൊ അതും ഡ്രോപ്പ് ഔട്ട്, ഇതും ഡ്രോപ്പ് ഔട്ട്. എന്നാൽ രണ്ടും ഡ്രോപ്പ് ഔട്ട് ആണല്ലോ എന്ന് വിചാരിച്ചു കളയരുത്. ഡ്രോപ്പ് ഔട്ട് തന്നെ പല തരമുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് വൈ വി ഗെറ്റ് എഡ്യൂക്കേഷൻ ഫോർ. ആൻഡ് വാട്ട് ഇസ് സൂപ്പർസ്റ്റിഷൻസ്? നമ്മളുടെ ഇന്റേണൽ മോഡൽ ഓഫ് റിയാലിറ്റി ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആയിട്ട് മാച്ച് ആവാതെ വരുമ്പോൾ നമ്മുടെ പല ഡിസിഷൻസും കോഗ്നിറ്റീവ് ബയാസിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. അത് അതീന്ദ്രിയ ശക്തികളിലോ സൂപ്പർ നാച്ചുറൽ എബിലിറ്റികളിലോ ഒക്കെ ആയിരിക്കും പലപ്പോഴും ബേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ സൂപ്പർസ്റ്റിഷനും കോമൺ ആയിട്ടുള്ള സംഗതി ഭാവിയെക്കുറിച്ചുള്ള എത്രാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ പറ്റും, ഞാൻ കല്യാണം കഴിക്കുന്ന പുരുഷന് തലയിൽ മുടി ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ള പല പല ടെൻഷൻസ്. അതിനുശേഷം നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങൾ സൂപ്പർ സൂപ്പർ നാച്ചുറൽ കണക്ഷൻ. അപ്പോഴാണ് ലക്ഷണമൊക്കെ സൂപ്പർസ്റ്റിഷൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇത്രയും മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു. Now I am waiting for your question.